ഒരു ക്ലോക്ക് റൂം ഉണ്ട് അവിടെ. രാവിലെ ജിംനേഷ്യവും ബാഡ്മിന്റണും ഒക്കെ ആയിട്ട് അത്യാവശ്യം സജീവമാണ്. അവിടെ എത്തിയ ആളുകളുടെ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ അങ്ങോട്ട് കയറിയിരിക്കുന്നത്. അപ്പോ രാവിലെ തന്നെ രാവിലെ തന്നെ ടീച്ചർ ചെറിയൊരു ബാഡ്മിന്റൺ കളിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ടീച്ചർ ഗംഭീര പ്ലെയർ എന്ന് തോന്നുന്നു. ടീച്ചർക്ക് രാഷ്ട്രീയം മാത്രമല്ലല്ലേ വഴങ്ങുക, എല്ലാ മേഖലയിലും പയറ്റണം അല്ലേ? ഏതോ നന്നായി കളിക്കുന്നു. എന്തായാലും ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് തൊട്ടിപ്പുറത്തുള്ള ഒരു ബാഡ്മിന്റൺ കോർട്ടാണ്. രാവിലെ ആളുകൾ എത്തുന്ന എങ്ങനെയുണ്ട് ടീച്ചറുടെ ബാഡ്മിന്റൺ? നല്ല ടച്ച് നിൽക്കുന്നുണ്ടല്ലോ. ടീച്ചർ നല്ല എനർജറ്റിക് ആണ്. ടീച്ചറ് ബാഡ്മിന്റൺ കോർട്ടിൽ എതിരാളിനെ വളർത്തിയടിക്കാൻ നോക്കാം. സാരല്ല, വർഷങ്ങളായിട്ട് കളിക്കണം. ആണല്ലേ? രാവിലെ തന്നെ എല്ലാവരും സജീവമാക്കുകയാണ് ടീച്ചറ്. ആക്റ്റീവാണ്. പിന്നെ എവിടെയൊക്കെയാ മെയിൻ പരിപാടികൾ അറിയാം? എനിക്ക് അങ്ങനെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇന്ന് എന്തൊക്കെയാ പരിപാടി മെയിൻ ടീച്ചർ? പത്രിക സമർപ്പണം. എത്ര മണിക്കാ പത്രിക സമർപ്പിക്കുന്നത്? 1 മണിക്ക് പത്രിക സമർപ്പിക്കുക അവിടെ തൃക്കാക്കര. ഓക്കെ, ഇന്ന് സമർപ്പിക്കാം അല്ലേ? അപ്പൊ എങ്ങനെയാ ഒരു റോഡ് ഷോ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഒന്നും കറക്റ്റ് അറിയില്ല മനുഷ്യർ. ചോദിക്കേ ചേട്ടനോട് തന്നെ. ഫൈസലോട്ട് എങ്ങനെയുണ്ട് ടീച്ചറിന്റെ ഒരു? ടീച്ചർ നല്ല പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഡൽഹിയിൽ പോയി ഇതുപോലെ കളിക്കണം. ബാഡ്മിന്റൺ പെർഫോമൻസ് അവിടെ കാണിക്കണം. ഓക്കെ, ടീച്ചർ എന്നുള്ള രാവിലെ ബാഡ്മിന്റണിലൊക്കെ ഒന്ന് പയറ്റി ഇവിടെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഫൈസലേട്ടനാണ്. ക്ലിപ്പിംഗ് നമുക്ക് കിട്ടിയോ? ക്ലിപ്പിംഗ് ഒക്കെ യൂട്യൂബ് ലൈവ് പോയിക്കൊണ്ടിരിക്കുക. My phone? Okay. I have quit my game, but okay. No. Of both of us, okay. Sure. My camera is not that good. If you win the election, buy me a phone. Sure. എങ്ങനെയുണ്ട് ബാഡ്മിന്റൺ കളിക്കാൻ ഇറങ്ങിയിട്ട്? നല്ലത്, നന്നായിട്ട് കളിക്കുമായിരുന്നു. കളിക്കിടയിൽ ഒന്ന് വീണു, ലിഗ്മെന്റ് ഒക്കെ പോയി. നേരത്തെ കളിക്കുമായിരുന്നു പതിവായിട്ട്? ആണല്ലേ? വേറെന്തെങ്കിലും അത്ലറ്റിക് എന്തെങ്കിലും? ഞാൻ സ്കൂൾ ട്രെയിനിങ്ങിന്, ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ചെന്ന സമയത്ത് ഷോർട്ട് പുട്ട് ഫസ്റ്റ് വാങ്ങും, ബോട്ടിൽ റൈസ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കല്, സ്പൂൺ റൈസ്, പിന്നെ അങ്ങനെ കുറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ. ഒന്നിലും വലിയ ആളല്ല, എല്ലാത്തിലും മീഡിയം. അതെ. കലാരംഗത്തുണ്ടോ? കലാരംഗത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഡാൻസ് ചെയ്യുമായിരുന്നു, സാധാരണ നമ്മുടെ നാടൻ ഡാൻസുകൾ മാത്രം. പിന്നെ പ്രസംഗം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അത് പിന്നെ സ്വാഭാവികമായിട്ടും. ഈ പാട്ടിൽ കൈവച്ചിട്ടുണ്ടോ? പാട്ടിലും കൈവച്ചിട്ടുണ്ട്. പാടാൻ അറിയില്ല, എന്റെ ശബ്ദം അത്ര സ്വീറ്റ് അല്ല. ഇപ്പോഴത്തെ കാലത്ത് ശബ്ദം ഒന്നും ഒരു പ്രശ്നമില്ല. അതെ. പക്ഷെ അത് ട്രെയിൻ ചെയ്തിരുന്ന വെച്ചെങ്കിൽ നല്ലൊരു പാട്ടുകാരി ആകാമായിരുന്നു. അതിനുള്ള സമയം കിട്ടിയില്ല. അയ്യോ, അത് വളരെ കഷ്ടം. പോലെ കബ്ബൊന്നും വാങ്ങിയിട്ടില്ല, നല്ല നാടൻ തല്ലറിയാന്ന് പറഞ്ഞ പോലെ. അല്ല, ഈ പ്രത്യേകിച്ച് ഇപ്പൊ സ്ഥാനാർത്ഥികൾ പാട്ട് പാടി വോട്ട് ചോദിക്കുന്നുണ്ട് ഒരുപാട്. അപ്പൊ ടീച്ചർക്ക് ഒരു പാട്ടാകാവുന്നതാണ് അല്ലെ? ടീച്ചർക്ക് എല്ലാരും പറയുന്നത് ഒരു പാട്ട് പാടാൻ. കെ ജെ ഷൈൻ ടീച്ചർ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പാട്ട് പാടും. ടീച്ചർ നേരത്തെ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളെന്തിനാ പറഞ്ഞു വിടുന്നത്? ഇത്രയും പിന്തുണ കണ്ടോ, വൻ പിന്തുണയിലാണ് ടീച്ചർ. ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല്, ചെമ്പരത്തി പോലെ ചുവക്കട്ടെ. അപ്പൊ ഈ കേരളത്തില് പിന്നെ പാട്ട് പാടുന്ന സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. വേണ്ടി നമ്മുടെ ഒരു പാട്ടുകാരത്തി ഉണ്ട്. ആണോ? ആയിക്കോട്ടെ. ഓ